നമ്മുടെ മുസ്ലിമീങ്ങൾ പരസ്പരം ചെയ്യേണ്ട കടപ്പാടുകൾ, ബാധ്യതകൾ എന്ന വിഷയത്തെ കുറിച്ചാണ് സംസാരിച്ചത്. ആദ്യമായി നാം മുസ്ലിമീങ്ങളാകണം. പരിശുദ്ധമായ ഖുർആനും ഹദീസും മഹാന്മാരുടെ വാക്കുകൾ അടിസ്ഥാനത്തിലുള്ള ജീവിതം നയിക്കുമ്പോഴാണ് നാം ഒരു പരിപൂർണമായ മുസ്ലിമാവും. ആ മുസ്ലിമാവുമ്പോഴാണ് നമ്മുടെ ബാധ്യതകൾ വേണ്ടതുപോലെ നിറവേറ്റാനും അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറാനും നമ്മെ സഹായിക്കുന്നത്. അപ്പോഴും യഥാർത്ഥ അല്ലാഹു പരിപൂർണ ഈമാനുള്ള ആളുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആദ്യമായി ഇത് പറഞ്ഞതാണ്, ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ പരസ്പരം നന്മയുടെ മേലിൽ തഖ്വ ഉണ്ടാവുന്ന വിഷയത്തിന്റെ മേലിൽ പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് സഹായിക്കുന്നവരാകണം. തെറ്റുകളുടെ മേലും കുറ്റങ്ങളുടെ മേലും അങ്ങോട്ടും ഇങ്ങോട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ ആകരുത് എന്ന താക്കീതാണ് പരിശുദ്ധമായ ഖുതുബ ഇത് നമ്മോട് പറഞ്ഞത്. അത് ഖുർആൻ പറഞ്ഞ ആയത്തും കൂടിയാണ്. ഏതോ നമ്മുടെ സ്വഭാവം ആരംഭത്തിലാകണം. അതിന് ഞങ്ങളെ സഹായിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് ഖുതുബ പറഞ്ഞു, തുസല്ലിമാലൽ മുസ്ലിമീന ലബൈക. ഒരു മുസ്ലിമായ മനുഷ്യനെ കാണുമ്പോൾ ആദ്യമായി അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടാകും. അതൊരു ദ്വായാണ്. എല്ലാരെ കൊണ്ട് പറ്റൂല. നല്ല ഈമാനുള്ള ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സലാം പറഞ്ഞ് സന്തോഷിപ്പിക്കാൻ കഴിയും. അത് നമ്മുടെ ബന്ധങ്ങൾ ഉറപ്പിക്കാനും നമ്മുടെ സൗഹൃദം കൂടാനും ഞങ്ങൾ സഹായിക്കുന്ന ഒരു വിഷയമാണ്. തുസല്ലിമാലൽ മുസ്ലിമീന ലബൈക. ഒരു മുസ്ലിമായ മനുഷ്യനെ കാണുമ്പോൾ നീ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് സലാം ചെല്ലുന്ന ആളുകളാകണം. അതുപോലെ വലിയ ദാനക്കതുനീപു, നിനക്ക് വല്ല പരിപാടിക്ക് വല്ല എന്തെങ്കിലും കാര്യത്തിന് വല്ല ക്ഷണം തന്നാൽ ആ ക്ഷണത്തിന് നീ ഉത്തരം കൊടുക്കുന്നവനാണ്. ഇത് കൂടുതലായി പണക്കങ്ങളും വൈരാഗ്യങ്ങളും വരാനുള്ള കാരത വിളിച്ചാൽ ഉത്തരം കൊടുക്കൂല. പിന്നെ അവന്റെ വഴിയിൽ നിന്ന് ഓന്റെ വഴിയിൽ നിന്ന് കാണലിൽ നിന്നും പോകലിൽ നിന്നും അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒരു മുസ്ലിമായ മനുഷ്യനെ രോഗിയായ ആ രോഗിയായ മനുഷ്യനെ പോയി കാണണം. അതൊരു നമ്മുടെ ബന്ധം കൂടെ അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മുടെ ഇടയിൽ ചൊരിയാൻ അത് കാരണമാണ്. ഒരാൾ മരിച്ചാൽ ആ മനുഷ്യന്റെ മയ്യത്ത് പരിപാലനത്തിന് പങ്കെടുക്കണം. പോയിട്ട് കണ്ട് വരൽ മാത്രമല്ല, ഞങ്ങളൊക്കെ ഉണ്ട് പോയിട്ട് കണ്ടിട്ട് വരും. ഇതിനോട് പരിപാടിക്കൊന്നും ഞങ്ങളുണ്ടാവില്ല. അതൊന്നുമല്ല. മയ്യത്ത് പരിപാലനം എന്ന് പറഞ്ഞാൽ അവരടക്കിയിട്ട് തിരിച്ചു വരുന്നത് വരെ ഉള്ള പരിപാടിയാണ്. അതൊക്കെയും ചെയ്യുമ്പോഴാണ് വലിയ പ്രതിഫലം നമുക്ക് അല്ലാഹു തആല തരുന്നത്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് അവനിക്ക് ഏറ്റവും വലിയ സ്വഭാവമായിരുന്നു. നമ്മളെന്താ പരക്കുവോ ഒരാളുകൾ അവരെടുക്കുമ്പോൾ പോയിട്ട് ആ മണ്ണിടാൻ വേണ്ടി അത് ഭയങ്കര ഒരു കൃഷിയാണ്. മണ്ണിടാന്ന് പറഞ്ഞ മയ്യത്തിന് പോലും അത് ഇക്കാര്യം ഒറ്റ പോക്കാണ്. പിന്നെ ദ്വാരക്കുണ്ടാവൂല. പിന്നെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്താ അവരുടെ ഹിസാബ് എന്ന് പറഞ്ഞാൽ 10 കൊല്ലം വരെ നീണ്ടു നിൽക്കുന്ന ഹിസാബ് ഉണ്ടാവും. ചില ആളുകൾക്ക് 300 കൊല്ലം അവരുടെ ഹിസാബ് നീണ്ടു നിൽക്കുന്നതാണ്. ചില ആളുകൾക്ക് 100 കൊല്ലം, ചില ആളുകൾക്ക് 3 ദിവസം, 40 ദിവസം, ഇങ്ങനെ പല ഐറ്റങ്ങളുണ്ട്. അപ്പൊ അതിനെ സഹായിക്കേണ്ടത് വൈദ്യന് വേണ്ടി ആ തർക്കിന് ചൊല്ലി കൊടുക്കുമ്പോ, വൈദ്യന് വേണ്ടി ദ്വാരക്കുമ്പോ, ആ ഖുർആൻ ഓതുമ്പോ ഞമ്മൾ നിന്ന് കൊടുക്കണ്ടേ? അതിന്റെ മുസ്ലിം ഇതേവർക്ക് എന്തോരോ വൈരാഗ്യമുള്ളത് പോലെ അയാളുടെ കാര്യം കണ്ടറിയാൻ പറ്റാറില്ല. പണ്ടെന്നെ പ്രശ്നവും നമ്മൾ മനസ്സിലാകുമ്പോൾ അതിന്റെ ഒരു പകുതി കൊണ്ടുപോലെയാണ് ചെയ്തത്. അത് കാണാൻ കാരണം അത് കഴിഞ്ഞ് ഒറ്റ പോക്കാൻ ഒരു പോകും. അതല്ല, പരിപാടി കഴിയുന്നത് പോലെ നീക്കണം. അതാണ് നല്ല മുസ്ലിമായ മനുഷ്യന്റെ സ്വഭാവം. അതിനിപ്പോ വേണ്ടല്ലേ, ബുദ്ധി തന്നെയല്ല. പുതിയ പുതിയ ആശയങ്ങൾ മരിക്കലോടുകൂടി ഇത് കിടക്കാലപ്പുറമാണ്. എന്നാലും ഇതെല്ലാം കുറച്ചൊക്കെ അതിനെ ഓർക്കുന്നുണ്ട്. പച്ച ആളുകൾ, ചത്താളുകൾ അതിനെ ഓർക്കുന്നുണ്ട്. ഞാനും ഇത് കഴിഞ്ഞോടുകൂടി പിന്നെ നല്ല പോയി വേറെ ഓർമ്മ തന്നെ ഇല്ല. അവർക്ക് വേണ്ടി ഒരു ഖുർആൻ ഓതുന്ന, അവർക്ക് വേണ്ടി ദിക്ർ ചൊല്ലുന്ന സമ്പ്രദായം തന്നെ നഷ്ടപ്പെട്ടു പോയി. ഇത് കണ്ട് പഠിക്കാത്ത ആളുകൾ കണ്ടില്ലേ? നമുക്ക് മുസ്ലിമിന്റെ പേരും പറഞ്ഞു, ഇസ്ലാമിന്റെ പേരും പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് തീവ്രവാദം കാണിക്കുന്ന ഒരു കാലത്ത് പേര് ചോദിച്ചിട്ട് കൊണ്ടുവന്നാണ് പറഞ്ഞത്. എന്ത് മുസ്ലിമാണ് ഹക്കുകൾ നമ്മളെ പേര് ഉടക്കാക്കാൻ വേണ്ടിട്ട് തീവ്രവാദം ഇസ്ലാമില്ല. ഭീകരവാദ ഇസ്ലാമില്ല. ഒരു ഉറുമ്പിനെ പോലും അക്രമമായി കൊല്ലരുതെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. അത് പഠിക്കാത്തതുകൊണ്ടാണ് പിന്നെ ഒരു മനുഷ്യന്റെ ഭാവം ആണും പെണ്ണും ഇല്ലാതെ കൊന്നൊടുക്കാന്ന് പറഞ്ഞാൽ ഓരെന്ത് മുസ്ലിമാണ്? പേര് മുസ്ലിമായിരിക്കും. ഉള്ളിൽ യഹൂദികളുടെ പേരിന് ഭയമാണ്ടാണ് പറഞ്ഞത്. മിസ്രില് എല്ലാവർക്കും ക്ലാസ് ഞാൻ പറഞ്ഞു. ദുബായിൽ വിസിറ്റിംഗ് വന്ന ഒരു ഇമാമിന്റെ ചരിത്രം പറഞ്ഞു. 20 കൊല്ലം മുമ്പ് നടന്നതാണ്. 20 കൊല്ലം മുമ്പ് എന്താ ഭയങ്കരമായ പള്ളിന്റെ ഭയങ്കര ഇമാമാണ്. നല്ല ഓർത്താണ്. വിസിറ്റിംഗിന്റെ വിസയുടെ അവധി കഴിഞ്ഞിട്ടാകുമ്പോൾ ചങ്ങായി നാട്ടിൽ പോകുമ്പോൾ നാട്ടുകാർക്ക് അയാളെ വിട്ടുകൊടുക്കാൻ മനസ്സില്ല. അയാൾ ഭയങ്കര ഓർത്താണ്. നല്ല ഓർത്താണ്. കേട്ടാൽ മാതിരി ഇങ്ങനെ നിന്നു പോകും. അയാൾ പോകുമ്പോ നാട്ടുകാർ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ട വിസയും പൈസയും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ അയച്ചു തരും. നിങ്ങൾ നാട്ടിൽ പോയിട്ട് വിസ പുതുക്കിയിട്ടുണ്ടാവുക. ഒപ്പം പല പാരിതോഷികങ്ങളും ഭയങ്കരമായ ബഹുമാനങ്ങളൊക്കെ കൊടുത്തയച്ചതാണ്. പോയ ചങ്ങായി കാണാനില്ല. ദുബായ് നടന്ന 20 കൊല്ലം മുമ്പ് പത്രത്തിൽ വന്ന വിഷയം. പോയ ചങ്ങായി പിന്നെ തിരിച്ചു വന്നിട്ടാണ്.
അങ്ങനെ ഒരു കൊല അന്വേഷിച്ച ആളെ കിട്ടിയില്ല. പിന്നെ ഈ നാട്ടിൽ നിന്ന് ആ നാട്ടിലേക്ക് ഏതോ ഒരു മനുഷ്യൻ പോയപ്പോ നാട്ടുകാർ വന്നിട്ട് ആളെ നമ്മളെ വിമാനമുണ്ട്, അയാളെ കണ്ടാല് നിങ്ങളത് കണ്ടിട്ട് പോയിട്ട് അയാളെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴാക്കണം. അങ്ങനെ പോയി നോക്കുമ്പോ ആ പേരിൽ ഒരു മനുഷ്യനാളില്ല. ആ അയാളെ കണ്ടുമുട്ടിയതാ. ഈ ഇമാമിനെ കണ്ടുമുട്ടി നോക്കുമ്പോ സത്യം എന്നറിയോ? സത്യ മുസ്ലിം എന്നല്ല. ആ ഇമാമും അയാൾ മുസ്ലിം എന്നല്ല, മുസ്ലിം എന്നല്ല. അയാൾ പച്ചനാഥികളാണ്, വ്യാഴമതക്കാരനാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയാണ് ഇന്ന് നടക്കുന്ന സർവ്വകാര്യങ്ങളും. ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് മുസ്ലിമാണെന്ന് പറഞ്ഞ് ആളുകൾ കൊന്നൊടുക്കുന്ന ഭീകരവാദികൾ, അവരുമായി ഇസ്ലാമിക ഒരു ബന്ധവുമില്ല. അതിന്റെ പേരിലാണ് ഇപ്പോ യുദ്ധം തുടങ്ങിയത്. എത്ര പാപങ്ങളെന്ന് മരിച്ചു പോകും, എത്ര ആളുകൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാവും. എന്താ? യുദ്ധത്തിന് പോകുന്ന സമയത്ത് സ്വഹാബത്തിനെ മുന്നിൽ വെച്ചിട്ട് റസൂലുള്ള അവരോട് ഉപദേശിച്ചത് മുസ്ലിങ്ങൾ ചെയ്യേണ്ട കടപ്പാട് എന്താ? ഓ സ്വഹാബ, ഒരു പെണ്ണിനെയും തൊട്ടുപോകരുത്, ഒരു കുട്ടിയെയും തൊട്ടുപോകരുത്. നിങ്ങൾ പോകുന്ന സമയത്ത് ശത്രുക്കളുടെ കൃഷി കണ്ടാൽ ആ കൃഷിയിടം നിങ്ങൾ ഒരിക്കലും നശിക്കരുത്, അതിന്റെ നാശം വരുത്തരുത്. അള്ളാഹു പൊരുത്തപ്പെടൂല. നമ്മുടെ വൈരാഗ്യം അവരോട് വ്യക്തിപരമായിട്ടല്ല, ഇസ്ലാമിന്റെ തൗഹീദിന്റെ പേരിലാണ്. ആ തൗഹീദിനെ എതിർക്കുമ്പോ അവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനുള്ള പരിപാടിയാണ്. ഇസ്ലാം പഠിപ്പിച്ചതാണ്. ഇന്ന് സുബ്ഹാനല്ലാഹ് എന്തൊരു അവസ്ഥയാണ്! എന്ത് മുസ്ലിമിന്റെ പേര് പറഞ്ഞിട്ട് നടക്കുന്ന ഈ പൊട്ടത്തെ ഇസ്ലാമിന്റെ പേര് വെക്കാനുള്ളതാണ്. ഇസ്ലാം എന്ന് പറഞ്ഞ അന്തസ്സുള്ളതാണ്. ഓരോ ദിവസങ്ങളിൽ ആയിരക്കണക്കിനുള്ള ആളുകൾ ഇസ്ലാമിനെ കടന്നു വരുന്നുണ്ട്. മനസ്സിലാക്കിയിട്ടാണ് അതില്ലായ്മ ചെയ്യാൻ, ഇസ്ലാമിന്റെ പേരിന് ഭംഗം വരുത്താൻ ആളുകൾ ചെയ്യുന്ന പ്രവർത്തനം. അള്ളാഹുവിന്റെ ശാന്തിയുടെ കാണട്ടെ. ഇവിടെ നടന്ന എല്ലാ നഷ്ടങ്ങൾക്കും കാരണം അതാണ്. ഭീകരവാദമാണ്. ഇസ്ലാമിന്റെ പേരിൽ തീവ്രവാദമാണ്. ഒരിക്കലും ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇസ്ലാം ഒരു യഹൂദിയുടെ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് പോലും ഹബീബായ തങ്ങൾ പീടികയിൽ ഇരുന്ന ഹബീബായ തങ്ങൾ ഇടിച്ചു നിന്നോള. സാറത്ത് ചോദിച്ചു, നബിയെ എന്തിനാണ് ചെയ്യുന്നത്? യഹൂദിയുടെ മയ്യത്തല്ലേ നബിയെ പോകുന്നത്? ഒരു യഹൂദിയല്ലേ? ഹബീബായ തങ്ങൾ പറഞ്ഞത് യഹൂദിയാണെങ്കിൽ മനുഷ്യനല്ലേ എന്നാണ്. ഖുർആൻ പറഞ്ഞത് മുസ്ലിമിനെ അപമാനിച്ചില്ല. വലഖദ് കർറംനാ ബനി ആദം. ഖുർആൻ പറഞ്ഞത് വലഖദ് കർറംനാ ബനി ആദം. ആദം സന്തതിയെ അള്ളാഹു അപമാനിച്ചിട്ടുള്ളതാണ്. അയ്യോ, മുസ്ലിമും പെട്ടു അമുസ്ലിമും പെട്ടു, എല്ലാവർക്കും അപമാനമുണ്ട്. എല്ലാവർക്കും അവരവരുടേതായ ബഹുമാനമുണ്ട്. പിന്നെ നമുക്കോ അവരുടെ ഉള്ളിലുള്ള കൽബിന്റെ ഉള്ളിലുള്ള കുഫറിനോടാണ് നമുക്ക് എതിർപ്പുള്ളത്. അവരുടെ കൽബിന്റെ ഉള്ളിലുള്ള ആ വിശ്വാസത്തിനോടാണ് നമുക്ക് എതിർപ്പുള്ളത്, അതല്ലാതെ ശരീരത്തിനോടല്ല. അത് മുസ്ലിം മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഒരു മുസ്ലിമായി ജീവിച്ചാൽ അങ്ങനെയുള്ള പ്രവർത്തനം ചെയ്യാൻ ഒരിക്കലും തയ്യാറാവില്ല. അതുകൊണ്ട് അല്ലാഹു നമ്മുടെ ഇന്ത്യയുടെ പട്ടാളങ്ങൾക്ക് അല്ലാഹു ഹിമ്മത്ത് നൽകുമാറാകട്ടെ. അല്ലാഹ് മാലിക്കുദ്ദീനാർ തങ്ങളടക്കം ആയിരക്കണക്കിനുള്ള ലക്ഷക്കണക്കിനുള്ള മഹാന്മാർ അന്ത്യവർക്കുന്ന മഹത്തായ ഭൂമിയാണ് നമ്മുടെ ഇന്ത്യയുടെ ഭൂമി. മഹാനായ ആദം നബി അലൈഹിസ്സലാം ഇറങ്ങി വന്ന സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഭൂമിയാണ് ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞാൽ. ഈ ഹിന്ദുസ്ഥാനിന്റെ ബഹുമാനം നീ നിലനിർത്തണേ. എല്ലാ രൂപത്തിലുള്ള ശത്രുക്കളുടെ ഷർറിൽ നിന്നിട്ട് നമ്മുടെ നാടിനെ നീ കാക്കണേ. അല്ലാഹ് സലാമത്ത് നൽകണേ. നിങ്ങൾ ദുആ ചെയ്യാം. അതോടൊപ്പം നമ്മുടെ പരിപൂർണ്ണ മുസ്ലിമായി ജീവിക്കാം. ആരെയും വെറുപ്പിക്കുന്ന, ആരെയും ചൊടിപ്പിക്കുന്ന, ആരുടെ ഉള്ളിലും വൈരാഗ്യം ഉണ്ടാകുന്ന ഒരു പ്രവർത്തനത്തിനും ഞങ്ങൾ ഉദയാൻ പാടില്ല, ഒരിക്കലും പാടില്ല. അത് പറഞ്ഞു ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് ചെയ്തു കൊടുക്കേണ്ട ബാധ്യത 5ആണ്. ഒന്ന് സലാം അടക്കണമെന്നാണ്. അത് ഏറ്റവും നല്ലൊരു സ്വഭാവം. അതുപോലെ രോഗിയെ കാണണം, രോഗി ഉണ്ടായാൽ പോയി സന്ദർശിക്കുക. അതുപോലെ മയ്യത്ത് പരിപാലനങ്ങളിൽ പങ്കെടുക്കുക. അതുപോലെ നിങ്ങൾ ആരെങ്കിലും ഒരു ക്ഷണം തന്നാൽ ആ ക്ഷണത്തിന് ഉത്തരം നൽകുക. ഒരാൾ തുമ്പിയാൽ ആ തുമ്പിയാൽ അൽഹംദുലില്ലാഹ് ചൊല്ലിയാൽ അതിന് യഹ്മദുക്കല്ലാ എന്ന ഉത്തരം ചെല്ല. ഇത് മുസ്ലിമിന്റെ കടപ്പാടാണ്. എന്നിട്ട് അഭിവാദനങ്ങൾ പറഞ്ഞു, ഇത് ചെയ്യാൻ നിനക്ക് കഴിഞ്ഞില്ല, ആരോട് സലാം പറയാനും കഴിഞ്ഞില്ല, അടക്കാൻ കഴിഞ്ഞില്ല, പോകാൻ കഴിഞ്ഞില്ല, ഒന്നും നിനക്ക് കഴിഞ്ഞില്ല, എന്നാൽ നീ ചെയ്യേണ്ട വിഷയം എന്താ അറിയോ? ആളുകൾക്ക് നീ ഉപദ്രവം ചെയ്യാതിരുന്നാൽ മതി. പറയാതെ നോക്കാനുള്ള റസൂലുള്ളാഹിന്റെ ഒരു വീക്ഷണം. അതെ, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, എന്നാ നീ ചെയ്യേണ്ടത് അറിയോ? ആർക്കും നീ ഉപദ്രവം ചെയ്താൽ നീ ചെയ്യാതിരുന്നാൽ മതി. നീ മാറിയാകാതിരുന്നവൻ പറയുന്നത് മാറിയെന്ന് പറയോ? ആളൊരു മാറിപ്പോണം. ഒരാൾക്കും ബുദ്ധിമുട്ട്, നാട്ടുകാർക്ക് ബുദ്ധിമുട്ട്, പറക്കാർക്കുണ്ട്. അങ്ങനെ ആവാതിരുന്നാൽ മതി. അങ്ങനെ ആർക്കും നീ ഉപദ്രവം ചെയ്യാതിരുന്നാലോ റസൂലുള്ളാഹി നിന്റെ ശരീരത്തിന് നീ കൊടുക്കുന്ന സ്വതക്കയാണ് അതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഉപദ്രവം ചെയ്യാതിരുന്നാൽ മതി, അതെന്നെ എനിക്ക് വില കൂടി. അതിനെ പറയാ നമ്മുടെ എത്രയോ ആളുകൾ ഒരു നല്ല ജീവിതം നല്ല ചെയ്യാൻ വിടൂല. എന്താണ് ഒരു നന്മ ചെയ്യുകയില്ല, ചെയ്യുന്ന ആളുകളെ ചെയ്യാൻ വിടും. ഇത്രയും പ്രസാദം സുബ്ഹാനല്ലാഹ് ഇതുമായിട്ട് നടക്കുന്ന ആളുകൾ ഒരിക്കലും പാടില്ല.
അള്ളാഹിന്റെ അടുത്ത് വലിയ അതാവ് കിട്ടാൻ കാരണമാവും. സന്തോഷിപ്പിച്ചാൽ വലിയ സന്തോഷം. നമ്മുടെ കുത്തുബികൾ അടിയിൽ പറഞ്ഞു, റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞു, ഞാൻ സ്വർഗം വിസിറ്റ് ചെയ്തപ്പോ ആ സ്വർഗത്തിൽ ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. എന്താ മനുഷ്യനെയോ അയാൾക്ക് വരങ്ങനെ പോലെ സ്വർഗത്തിലുള്ള മരം ഇങ്ങനെ ചാലിച്ചാടി കളിക്കുന്ന മനുഷ്യരാണ്. വരങ്ങുണ്ടത് പറഞ്ഞ പോലെ സ്വർഗത്തിലുള്ള മരം. സ്വർഗത്തിന്റെ മരം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ മരം അല്ല, നമ്മുടെ ഈ പോലെ അല്ലെ. അഞ്ചിച്ച് പറഞ്ഞെന്താ, നല്ല സ്പീഡിൽ ഓടുന്ന ഒട്ടകത്തിന്റെ മുകളിൽ 300 കൊല്ലം ഓടിയാലും അതിന്റെ തലയിൽ വിട്ട് കിടക്കാൻ കിട്ടൂല. 300 കൊല്ലം സ്പീഡിൽ ഓടുന്ന ഒട്ടകത്തിന്റെ മുകളിൽ ഓടിപ്പോയാൽ അതിന്റെ തലയിൽ വിട്ട് കിടക്കാൻ കഴിയൂല. അപ്പൊ മരത്തിന്റെ മരം, അതാണ് സ്വർഗത്തിന്റെ മരം. ആ മരത്തിൽ ഇങ്ങനെ മരങ്ങന്റെ പോലെ ഇങ്ങനെ ചാടിച്ചാടി കളിച്ച് സന്തോഷിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടുക. എന്തായാലും ചെയ്ത ഇതെന്തറിയോ, അത് ചെയ്തെന്ന് പറയാൻ ആഗ്രഹിച്ചതാ, പറയാൻ നോക്കിയതാ അല്ല, അത് ചെറിയൊരു പണിയില്ല. ഞങ്ങൾ പറഞ്ഞു, അതാണ് അയാള് ദുനിയാവിലെ ഒരു മരത്തിനെ കുറിച്ചാണ്. ഒരു മരം കുറിച്ച്, മരത്തിന്റെ ഒരു എല്ലായിരിക്കും ഒരു മരം. എന്താ പറയായോ, കാലത്ത് യോജില്ല. ജനങ്ങളിങ്ങനെ വഴിയിൽ പോകുമ്പോ ഈ മരം കാരണം ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിന്റെ ഇല വീഴ, അതിന്റെ തൊപ്പ് വീഴ, അതിന്റെ താങ്ങൽ വീഴുന്നത്, അല്ലെങ്കിൽ അതിന്റെ മടൽ വീഴുന്നത് ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് എന്റെ കൂട്ടുകാരന്റെ തലക്ക് വീണാലോ, എന്റെ കൂട്ടുകാരന്റെ തല വേദനിച്ചാലോ എന്ന് ചിന്തിച്ച് ആ മനുഷ്യൻ ചെയ്ത പണി എന്തല്ലോ ആ മരം പൊരിച്ചെടുത്തത്. അല്ലെങ്കിൽ മറ്റില് എല്ല് പൊരിച്ചെടുത്തു. അതിന് വേണ്ടി നമ്മൾ സ്വർഗം കൊടുത്തു. അതേപോലെ സ്വർഗത്തിലും മരത്തിന്റെ മുകളിൽ കളിക്കാനുള്ള അവസരവും അന്ന് ചെയ്തു കൊടുത്തു സയ്യിദുനാ റസൂലുള്ളാഹ്. ഇതാണ് നമ്മുടെ സ്വഭാവം. നമ്മൾ ഉഷാറായ മതിയാവും. നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ നാട്ടുകാർ ഒരെല്ലാം ഉഷാറാവും. എല്ലാവരും അപകടത്തിൽ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹ് തങ്ങൾ പറഞ്ഞു, ഒരാൾ പാമ്പ് കണ്ട് എന്നിട്ട് ഫലം യാപത്തുള്ളൂ, ആ പാമ്പിനെ അയാൾ കൊന്നില്ലെങ്കിലോ പരിശ്രമിക്കി അയാൾ എണ്ണിപ്പെട്ടാണല്ല. പാമ്പ് കണ്ടിട്ട് കൊല്ലാതിരുന്നാണ്. എല്ലാ പാമ്പല്ല, ബുദ്ധിമുട്ടാകുന്ന പാമ്പ് എപ്പോഴും എന്താണോ ഈ മാനാ പറഞ്ഞെന്നറിയോ, നിനക്ക് നല്ല കണ്ണുള്ളത് കൊണ്ട് പാമ്പുള്ളത് കണ്ട്, പക്ഷേ നിന്റെ പിന്നിൽ വരുന്ന ആൾ ചിലപ്പോ കണ്ണിന് കാഴ്ച പറഞ്ഞാലായിരിക്കും, അല്ലെങ്കിൽ കണ്ണ് കാണാത്ത ആളായിരിക്കും. അയാൾ പാമ്പിൽ ചവിട്ടിയാലോ അയാൾ വെച്ചോളെ. അപ്പൊ നിന്റെ പ്രവർത്തനം കൊണ്ട് മറ്റൊരാൾ മരിക്കാനോ മറ്റുള്ള ആളുകൾക്ക് വേദനയാവാനോ കാരണമായാൽ അത് മുഅ്മിന്റെ സ്വഭാവമല്ലല്ലോ. അതുകൊണ്ട് കണ്ടിട്ട് ഒഴിവാക്കി പോയാൽ അയാൾ എത്തിപ്പെട്ടവനല്ല മുഹമ്മദ് റസൂലുള്ളാഹ്. നിങ്ങൾ വലിയ തടസ്സം കണ്ടാൽ നീക്കണോ, അത് എല്ലാവരും നമ്മൾ പരിഗണിക്കണം. പരിഗണിക്കുമ്പോഴാണ് അവർ പരിപൂർണ്ണ മുഅ്മിനാവാം, മുസ്ലിമാവാം. നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം. ഇതിലൊക്കെ ഞാൻ കഴിഞ്ഞ പോലെ പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞാല്, നമ്മളെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ സുന്നത്ത് നിസ്കാരം പുറത്ത് നിസ്കരിക്കുന്ന പുറത്ത് നോക്കാം. ഉള്ളത് മാത്രം. കാരണം ഇതുകൊണ്ട് നമ്മുടെ ക്ലാസ് ചിലപ്പോൾ അളവായ ക്ലാസ് ആവാനുള്ള സാധ്യത. കാരണം നിങ്ങൾ നിശ്ചയിക്കുന്നത് നമ്മുടെ ക്ലാസ് തസ്വീസും വിശ്വാസം ഉണ്ടാവാൻ ഞാൻ കഴിഞ്ഞ പോലെ പറഞ്ഞു, അതിനകത്ത് 9 കൊല്ലം പറഞ്ഞു. അപ്പൊ സുന്നത്ത് നിസ്കാരം നല്ലത് പറയാം, നല്ലത് പറയാം. സുന്നത്ത് നിസ്കാരം പള്ളിയിൽ തയ്യൽ നിസ്കാരം പള്ളിയിൽ. ബാക്കിയുള്ള സുന്നത്ത് നല്ലതായ പള്ളി നിസ്കരിക്കുമ്പോ പള്ളിയുടെ പള്ളിയില്ലാതാക്കിയപ്പോ പള്ളി നിസ്കരിക്കണ്ട. പള്ളി നിസ്കരിക്കാതെ വിചാരിച്ച് അത് കഴിഞ്ഞില്ല. പള്ളിയില്ലാതെ ആവുന്ന ഒരു ചുറ്റുപാടുണ്ടായ പള്ളി നിസ്കരിക്കാം, അല്ല പള്ളി നിസ്കരിക്കാം. അപ്പൊ അങ്ങനെ നിസ്കരിക്കുമ്പോ ഇതിനൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം. നമ്മൾ ഈ ക്ലാസ് ഇതിന്റെ വലിയ സ്ഥലം. അതുകൊണ്ട് തസ്വീസ് ക്ലാസ് നമുക്കല്ല, നിങ്ങൾക്ക് തസ്വീസ് ഉണ്ടായാൽ നമുക്ക് അളാമിയെ കുറ്റം. പള്ളി ഭാഗത്തിന്റെ സ്ഥലമാണ്, നിസ്കരിക്കേണ്ട സ്ഥലമാണ്. ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ നമ്മുടെ ക്ലാസ് ഉണ്ടാകും. എത്രത്തോളം പറഞ്ഞാൽ ഒരാൾ സ്വന്തം നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഉറക്കെ ഖുർആൻ പോലും ഓതാൻ പാടില്ല, ഖുർആൻ പോലും ഉറക്കെ ഓതാൻ പാടില്ല. ഖുർആൻ നല്ലത്, കാരണം അയാൾക്ക് വിശ്വാസം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരാൾ നമ്മുടെ ക്ലാസ് തുടങ്ങിയ നിസ്കരിക്കുന്നതാണ്. അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞ മൊബൈൽസ് ഇവിടുന്ന് കുറച്ച് 10 വർഷം തസ്വീസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ഹെൽപ്പ് ഇങ്ങനെ നമുക്ക് ചെയ്തത് ഒരാൾ നിസ്കരിച്ചാൽ പോയി ഉള്ള ആളുകൾ ഇൻഷാ അല്ലാഹ് അത് മനസ്സിലാക്കിയെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ഏതാണ്ടപ്പോ നമ്മുടെ എല്ലാം ആളുകൾ സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി 4 ദിവസം പോകുന്ന ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ ഈ ആഴ്ചയായിട്ട് കൂടുതലായിട്ട് ആളുകൾ പോകുന്നവരാണ്. അള്ളാഹുവിന്റെ യാത്രകൾക്ക് വലിയ വാക്യത നൽകണം. അള്ളാഹു പോകുന്ന ആളുകൾ സദസ്സിലുണ്ട്. നമ്മുടെ നാടിന് നമ്മുടെ മോമിനികൾക്ക് പള്ളിയുടെ ജമാഅത്തിൽ വെള്ളിയാഴ്ച ദിവസം ഒക്കെ പങ്കെടുക്കുന്ന ആളുകൾക്ക് വേണ്ടി എല്ലാ വെള്ളിയാഴ്ചയും മക്കയിലും മദീനയിലൊക്കെയും ഒരുമിച്ച് കൂടുമ്പോൾ നമ്മളെ ഓർത്ത് നമുക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പോകുന്ന ആളുകളോട് ഒരു വസിയത്താണ്. അള്ളാഹു എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയാക്കി കൊടുക്കട്ടെ. ആരൊക്കെ കൊല്ലം അള്ളാഹുവിന്റെ വിരുന്നുകാരായി പരിശുദ്ധമായ മറവിലേക്ക് കടന്നു വരുന്നുണ്ടോ അവർക്കൊക്കെ വലിയ ആഫിയത്തും ബർക്കത്തും സന്തോഷവും നൽകണേ. അവർ ചെയ്യുന്ന ഇബാദത്തുകൾ നല്ല ആനത്തോടെ ചെയ്യാനുള്ള അവസരങ്ങൾ അവരോട് നീ ഒരുക്കി കൊടുക്കണേ. റഹ്മാൻ ഒരു പ്രയാസത്തെയോ ഒരു ബുദ്ധിമുട്ടിയോ അവരെ നീ കൊടുക്കല്ല. സദസ്സിന് മുമ്പ് ഹാജിമാരുണ്ട്, ഉംറ ചെയ്തവരുണ്ട്. എല്ലാവരിൽ നിന്നും ആ പുണ്യകർമ്മം നീ കബൂലാക്കണേ. അവർക്ക് ചെയ്യാൻ വേണ്ടി കൊതിച്ചു നിൽക്കുന്ന ആളുകൾ ഇക്കൊല്ലം കുറെ ആളുകൾ പൈസ ലക്ഷക്കണക്കിന് പൈസ അടച്ചിട്ട് പ്രയോഗിച്ച് ഗ്രൂപ്പിലൂടെ അയച്ച് അതിനുള്ള അവസരം നഷ്ടപ്പെട്ട ആളുകൾ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെ അവർക്ക് നീ സഭ നൽകണം. സമാധാനം
സമാധാനം നൽകണം കുറച്ചവന് അത് മനസ്സിലാക്കി അത് സമാധാനം കൊള്ളാനുള്ള ഒരു ഈമാൻ അവരുടെ കണ്ണിൽ ഇട്ടുകൊടുക്കണേ റഹ്മാനെ. അടുത്ത കൊല്ലമെങ്കിലും നല്ല ആഹത്തോടെ സന്തോഷത്തോടെ അല്ലാഹുവിനെ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അവർക്ക് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ. യാ റബ്ബി ഹബീബിന മുസ്തഫ മുഹമ്മദ്